ഹലോ, എങ്ങോട്ട് വിളിക്കും? ഞാൻ ബൈക്കിലേ അങ്ങോട്ട് വിളിക്കാം. ഡേറ്റ് പറയാം, ബൈക്കിലാണ്. ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞ് മുങ്ങുമെന്ന് നമുക്ക് അറിയാം. സാരമില്ല കേട്ടാ. നിന്റെ വാപ്പ നിന്റെ അഭിപ്രായം മുങ്ങുന്നു പറഞ്ഞ കൂടി പോകും. നല്ല സംസ്കാരം. ഇതൊക്കെ ഡേറ്റ് പറയാന്ന് പറഞ്ഞു. സംവാദത്തിന് വെല്ലു വിളിച്ചിട്ട് ഇപ്പൊ വാപ്പായ്ക്ക് വിളിക്കുന്നത്. അതിന് തിരിച്ച് മറുപടി പറയാന്നല്ലേ പറഞ്ഞു. ഡേറ്റ് പറയാന്നല്ലേ പറഞ്ഞു. നിങ്ങളുടെ ഓ, ഇതായിരുന്ന ഞാൻ തന്നെ ആലോചിച്ച് എന്താ ഈ ഓടിയൊന്നും. അതല്ലേ, അത് കൊള്ളാം. ഉഷാറാ ആ പകല്ലേ, അത് ഉഷാറാ, വളരെ ഉഷാറായി. അത് ആ ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ ഇട്ടുന്നതുകൊണ്ട് എനിക്ക് ഗുണമേ ഉള്ളൂ, ഒരു ഉപദ്രവമില്ല. കാരണം സാഹചര്യം പറഞ്ഞതൊക്കെ അതിനകത്തുണ്ട്. വളരെ എന്നാൽ അതുക്കും മേലെയുള്ള സാധനം തരട്ടെ, അതുക്കും മേലെ ഇപ്പൊ തരാം കേട്ടോ. വെയിറ്റ് പടതല കേട്ടു നോക്കടാ നമുക്ക്, എന്നിട്ടല്ലേ പറയുന്നത്. അവിടെ ഹൂയിച്ച് ചോദിച്ചോണ്ട് പടറായുസ് മേൽവിട്ട കൾച്ചർ ആരെയാ? മേൽവിട്ടൊരു കൾച്ചർ ഉണ്ടല്ലോ, ആ കൾച്ചർ ആരെയാ? എന്റെ മമ്മിയുടെയാ ഡാഡിയുടെയാ? ആരെയാ അത്? ആ കൾച്ചർ ആരെയാ? ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയാണ്? അതല്ല നിന്റെ സ്വന്തം നിന്റെ സ്വന്തം കൾച്ചറാണ്? അറിയാൻ പറ്റുന്നില്ല. നിങ്ങൾ ഈ പറയുന്നതിനൊക്കെ കൾച്ചറും ഞങ്ങൾ പറയുന്നതൊക്കെ വേറെ കൾച്ചർ. അതെങ്ങനെയാ? കഴിവേരുടെ നിർവചനം പറഞ്ഞതായിരിക്കും അല്ലേ? സർ മുതലാളി. അപ്പൊ ഈ മൈ കൂട്ടൊരു തെറി വിളിക്കൂല, അത് തമിഴ്നാട്ടിൽ മുടിയെന്ന എന്റെ പേര്. അപ്പൊ വിളിക്കാം ഒരാളാ, എടാ പോത്തെ. തെറി എന്ന് പറയുന്നത് ഒരാളുമായി സംസാരിക്കും, അല്ലെങ്കിൽ ഒരു നാട്ടിൽ ആ ഒരു വിഷയത്തെക്കുറിച്ച് അതിനെ എങ്ങനെ പ്രതിപാദിക്കുന്നു, അത് പറയുമ്പോൾ പറയുന്ന ആളുടെ മനോഭാവം എന്താണ്, ഇത് അടിസ്ഥാനത്തിലാണ് തെറിയൊക്കെ വരിക. ഒരു സ്ഥലത്ത് മീൻ എന്ന് പറഞ്ഞാൽ തെറിയാണെങ്കിൽ ആ നാട്ടിൽ തന്നെ നിന്നെ തെറിയെന്ന് വിളിക്കുക, മീനെന്ന് വിളിച്ച് അതന്നെ അവന്റെ മനോഭാവം എന്താ, അതനുസരിച്ച് അടിസ്ഥാനം തെറിയത്. എടാ വിവരം കെട്ടവനെ, നീയൊക്കെ ഒന്നില്ലെങ്കിൽ നാണം വേണം, ഇല്ലെങ്കിൽ നാണമുള്ളൊരു കുടിച്ച കുളത്തി. ഇത് തെറിക്ക് ഉപതെറിയ. ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. ഇത് പേഴ്സണലായിട്ട് ബഷീർ ഒരുത്തന്റെ ഉമ്മാടെ ഫറജിനെ വിളിച്ചപ്പോ തിരിച്ച് അവൻ കൊടുത്തത് ഒരു സാധാരണക്കാരൻ, അവൻ മുരിയാരുമില്ല, നാടനാ. അതിനിപ്പോ കൊണ്ടുവന്ന് എനിക്ക് ഇട്ടിരിക്കുന്നു പുഴുങ്ങി അതും ചീറ്റി, വേറെ എല്ലാം വിട്, അടുത്ത് ഇതും ചീറ്റി, വേറെ വിട്. എനിക്കൊരു കോൾ വന്ന് അങ്ങോട്ട് പോകേണ്ടി വന്നു. പറ എന്തുവാ എല്ലാം ചീറ്റി തരാന്നാ? റഷീദ് മുസ്ലിയാരാണ് അത് പറഞ്ഞത്. നിനക്ക് തന്തക്ക് പ്രാണത്തുള്ളവരാണെങ്കിൽ തെളിയിച്ചരവാ. അത് റഷീദ് മുസ്ലിയാരല്ല പറഞ്ഞത്. റഷീദ് മുസ്ലിയാരെ ഇവൻ തന്തക്കും തലവഴിക്കും വിളിച്ചപ്പം അവൻ നാടനെ കൊണ്ട് തെറിയാത്. റഷീദ് മുസ്ലിയാര് വഴഞ്ഞിട്ടില്ല, അയാൾ പറയത്തില്ല. അയാള് നിങ്ങളെക്കാട്ട് നിന്നെന്നും പോലുള്ള ഈ അസിലില്ലാത്തവനൊന്നുമല്ല, അസിലുള്ളവനവൻ. കേരളാ വിളിക്കുന്നവനും വിളിപ്പിക്കുന്നതിനും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ, ഒരുപാട് വ്യത്യാസമുണ്ട്. വിളിക്കുന്നതിനും വിളിപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം അയാളെ ആ എന്താണ് മര്യാദയാണ് അയാൾ കാണിച്ചത്. കാരണം ഇങ്ങോട്ട് വിളിച്ചപ്പോൾ തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പൊ അയാൾ വിളിച്ചില്ല. അയാളാ ഷറഫാക്കപ്പെട്ട നാവിൽ നിന്ന് വിളിക്കാൻ അയാൾക്ക് തോന്നിയില്ല. അയാൾ മറ്റൊരാളെ കൊണ്ട് വിളിപ്പിച്ചു. എന്തായാലും മറുപടി കൊടുക്കാനാണ് ഉദ്ദേശം. അപ്പൊ അദ്ദേഹം മറ്റൊരാളെ കൊണ്ട് വിളിപ്പിച്ചു. എങ്ങനെ ഇപ്പൊ വ്യത്യാസപ്പെടാത്തൊന്നുണ്ട്? എങ്ങനെ ഇപ്പൊ നിന്റെ വാപ്പാടെയും തമ്മിൽ സംസാരം കേട്ട് കഴിഞ്ഞാൽ രണ്ടുപേരും ഏകദേശം ഒരുപോലെ തന്നെ, വാപ്പായും മോനും വലിയ വ്യത്യാസം കാണത്തില്ല. ഇന്നത്തെ പോലെ അല്ല ഇത്. ഇത് വേറെ അളിയ, ഇത് വേറെ, അത് വേറെ. എന്താണ് നിൽക്കുന്ന കുട്ടി വാപ്പാനെ പോലെ ആകണം. അതല്ലേ ഷായിര്യങ്ങൾ പാടിയത്. അമയുഷാബിഹു ആബഹു ഫമാതലമാന്ന് പറഞ്ഞില്ലേ? സ്വന്തം വാപ്പാനെ പോലെ മക്കളെ കുട്ടിയായില്ലെങ്കിൽ ഉമ്മാൻ സംശയിക്കുന്നില്ലേ? അതുകൊണ്ടല്ലേ ഇപ്പൊ ഞങ്ങൾ പറയുന്നത് നീയൊക്കെ ഈ സ്വന്തം ഈ ഹലാലായ മാർഗത്തിൽ ഉണ്ടാകുന്ന സംശയം വന്നാൽ കാരണം അതുകൊണ്ടല്ലേ. കാരണം ഈ ഹലാലായ മാർഗത്തിൽ ഉണ്ടായതിന് വിരുദ്ധമായ പ്രവർത്തനമാണ് കൂടുതലും കാണുന്നത്. അതുകൊണ്ടാണ്, വേറെ ഒന്നും വിഷമിക്കരുത്. ഈ നേരെയുള്ള റൂട്ടിലുണ്ടാകാത്തോണ്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. കുഴപ്പമൊന്നുമില്ല. അടുത്ത നമുക്ക് എന്ത് ചെയ്യാന്നറിയ, പുനർജനിക്കുമ്പോഴേ അവിടെ വെച്ച് നോക്ക്, സമയം കിട്ടുകയാണെങ്കിൽ ഉമ്മാടൊക്കെ പറയാം അപ്പാട്ടൊന്ന് ട്രൈ ചെയ്യാൻ. എന്നാ പിന്നെ ചിലപ്പോൾ ശരിയായേക്കും. ഈ നേരെയുള്ള റൂട്ടിലുണ്ടാകാത്തോണ്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. കുഴപ്പമൊന്നുമില്ല. അടുത്ത നമുക്ക് എന്ത് ചെയ്യാന്നറിയ, പുനർജനിക്കുമ്പോഴേ അവിടെ വെച്ച് നോക്ക്, സമയം കിട്ടുകയാണെങ്കിൽ ഉമ്മാടൊക്കെ പറയാം അപ്പാട്ടൊന്ന് ട്രൈ ചെയ്യാൻ. എന്നാ പിന്നെ ചിലപ്പോൾ ശരിയായേക്കും. വന്ന വഴി ശരിയല്ലടാ, അതാ വിഷയം. അതുപോലെ തന്നെ ഈ ആക്രാന്തം കയറുമ്പോഴേ വാപ്പമാർക്ക് ആക്രാന്തം കയറിയാൽ പിന്നെ ഈ ചിലപ്പോൾ ബിസ്മിയൊക്കെ മറന്നും പോകും. അങ്ങനെ വിഷയമുണ്ട്. ഈ ബിസ്മിയൊക്കെ ചെല്ലാതൊക്കെ
ഉള്ള ആ പിറവിയുണ്ടല്ലോ അത് വലിയ പാടായിരിക്കും. അതിങ്ങനെ ഈ തരത്തിലായി പോകും. കുഴപ്പമില്ല. ബിസ്മില്ലാഹി അവ്വലു ആഖിറു എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ ചെയ്യാൻ പറ, ചിലപ്പോൾ ശരിയായി. അങ്ങനെ പറയരുത്. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, നീ തന്നെയല്ലേ സമ്മതിച്ച് സാദൃശ്യമുണ്ടെന്ന്. അപ്പൊ അതിനകത്ത് മനസ്സിലായില്ലേ? അങ്ങനെ കുട്ടി ഇങ്ങനെ ആയി പോകുമെന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി അതിനൊരു സാദൃശ്യം വരുമെന്ന്. അതിന് തന്നെ ഈ അടിസ്ഥാനപരമായ അന്തസ് എന്നൊക്കെ പറയാ. ഇത് വേറെ മോഡലൊക്കെ ആയതുകൊണ്ടാ ഇങ്ങനെ. കുഴപ്പമില്ല, ട്രൈ ചെയ്താൽ ചിലപ്പോൾ ശരിയാകുമായിരിക്കും. കുഴപ്പമില്ല. ഈ തേൻ കിട്ടുമോ നോക്ക്, തേൻ അത് മന്ത്രിച്ചിട്ട് അങ്ങോട്ട് ശരിയായിപ്പോ ചിലപ്പോൾ വാപ്പാടക്ക് തന്നെ അന്വേഷണം പറയാട്ടാ. ഈ അൻസാർ ഹുസൈൻ ഇങ്ങനെ മസ്തല പറഞ്ഞു തന്നു. വാപ്പാടക്ക് അന്വേഷണം പറഞ്ഞേക്കണം, ഞാൻ തിരക്കെന്ന് പറഞ്ഞു. അപ്പാ ഇതുപോലെ സാധനത്തിനൊക്കെ ഇങ്ങനെ ജന്മം കൊടുത്തില്ലേ, പാമ്പിടിച്ചന് ഒരു ഉപകാരമില്ലാത്ത അവസ്ഥയിലായി പോയല്ലോ. അച്ഛനെ അന്തം കെട്ട മുജാഹിദ് ആദരദീനിത് അടവ് കറക്കി ആളെ ഇറക്കി ദീന തകർക്കണമാരിത്